ട്രംപിന് ഇറാനെ ഭയമാണോ? തുർക്കിയിൽ നിന്നും ഇദ്ദേഹം ട്രംപ് യു എസിലേക്ക് വരുന്നതിനിടയിൽ യു എസ് എയർഫോഴ്സ് വിമാനത്തിൽ കയറാതെ അവരുടെ തന്നെ ചെറുവിമാനത്തിലാണ് കയറിയെന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ. ഇതിന് പിന്നിൽ ട്രംപ് ഇറാനെ ഭയക്കുന്നത് കൊണ്ടാണോ? ട്രംപ് ഇറാനെ ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയാൻ പാടില്ല. അതൊരു വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതം ആയിട്ട് സുരക്ഷ നൽകുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതിപ്പോൾ ആരാണെങ്കിലും, അതിപ്പോൾ ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഒബാമയാണെങ്കിലും ആരാണെങ്കിലും ശരി, അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജൻസ് എന്നാണ് പറയുക. അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പലപ്പോഴും കാണാം, പ്രസിഡന്റ് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രസിഡന്റ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല സൂട്ടും കോട്ടൊക്കെ ഇട്ട് ധരിച്ച് ഒരു 7-8 ഉദ്യോഗസ്ഥന്മാർ, 7-8 നല്ല തടിയും പൊക്കമുള്ള ആൾക്കാരുടെ ഇടയിലാണ് പ്രസിഡന്റിൻ്റെ എപ്പോഴും ഉണ്ടാവുക. ഒരു പ്രത്യേക സുരക്ഷാ വലയത്തിലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഒരു എലീറ്റ് കമാൻഡോ ഫോഴ്സാണ്. അദ്ദേഹത്തിന് സുരക്ഷിതത്വം ഒരുക്കുന്നത് അവരാണ്. SPG കമാൻഡോസ് ആണ് അവർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് SPG എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ അമേരിക്കയുടെ ഏറ്റവും വലിയ പവർഫുൾ ബോഡിയാണ് ഈ സീക്രട്ട് സർവീസ് ഏജൻസ്. അവരാണ് പ്രസിഡൻറ്റിൻ്റെ സുരക്ഷ ഫുൾ പ്രൂഫ് ആക്കി നിലനിർത്തുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിന് എവിടെ പോകണമെന്നുണ്ടെങ്കിലും ഈ സീക്രട്ട് സർവീസ് ഏജൻസിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ നീങ്ങാൻ പറ്റുള്ളൂ. കാര്യം, അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് തീരുമാനിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ മൊത്തം ചുമതല അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജൻസിനാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ മാസം ടർക്കി, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന തുർക്കി, അവിടുത്തെ അൻകാറ, തുർക്കിയുടെ തലസ്ഥാനമായ അൻകാറയിൽ വെച്ച് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സൈനിക സുരക്ഷിതത്വ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ എല്ലാ രാഷ്ട്രതലവന്മാരും കൂടി ചേർന്നുള്ള ഒരു സമ്മിറ്റ്, വാർഷിക സമ്മിറ്റ് അവിടെയാണ് നടന്നത്. അപ്പം അതിൽ പങ്കെടുക്കാനായിട്ട് പ്രസിഡൻറ്റ് വാഷിങ്ടണിൽ നിന്ന് ടർക്കിയിൽ വന്നു. അത് വന്നത് US എയർഫോഴ്സ് നമ്പർ 1 US എയർഫോഴ്സ് 1 എന്ന വിമാനത്തിലാണ്. അപ്പോൾ ഈ അദ്ദേഹം യാത്ര ചെയ്ത US എയർഫോഴ്സ് 1 ഖത്തറിലെ രാജകുടുംബം അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തതാണ്. പക്ഷെ അത് താൽക്കാലിക അറേഞ്ച്മെൻ്റാണ്. കാരണം പ്രസിഡന്റ് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന US എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ വിമാനത്തിൻ്റെ കാലാവധി തീർന്നു, കാലഹരണപ്പെട്ടു. അപ്പോൾ അവർ പുതിയ വിമാനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ വിമാനത്തിൻ്റെ മോഡിഫിക്കേഷൻ വർക്കുകൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വാഷിങ്ടണിൽ നിന്ന് അൻകാറയിലേക്ക് ഈ ഖത്തർ രാജകുടുംബം നൽകിയ വിമാനത്തിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഇറാനിയൻ അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടാവും എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം കിട്ടിയത്. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഏത് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിക്കോയ് വിമാനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഈ US എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നില്ലേ, വിമാനമില്ലേ, അതായത് ഖത്തർ രാജകുടുംബം കൊടുത്ത വിമാനം, അതൊരു ഡിക്കോയ് വിമാനമായിട്ട് ഉപയോഗിച്ചു. അത് കൂടാണ്ട് US എയർഫോഴ്സിൻ്റെ C-32 എന്നൊരു ചെറിയ വിമാനം, ഇറ്റ്സ് അൺമാർക്ക്ഡ്, അതിൽ എയർഫോഴ്സ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അത് അങ്ങനെ പല വിമാനങ്ങളുണ്ടാവും അമേരിക്കയ്ക്ക്. ഇത്രയും അപ്പം ആ വിമാനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അപ്പോൾ മറ്റേ വിമാനത്തിനകത്ത് എന്താണ് അത് പ്രസിഡൻ്റ് അതിനകത്ത് കയറാഞ്ഞത്, അത് മറ്റേ ഇംഗ്ലണ്ടിലോ എവിടെയുള്ള ഒരു ബേസിൽ ആ വിമാനം ഇറങ്ങി. എന്താണ് പ്രസിഡൻ്റ് അതിനകത്ത് യാത്ര ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, അവിടെ എൻ്റെ കുറച്ച് സൈനികരുണ്ടായിരുന്നു, സൈനിക കമാൻഡോസ് ഉണ്ടായിരുന്നു, അവരെയും കൂടി പിക്കപ്പ് ചെയ്യണം, പിന്നെ അവർക്ക് ആ വിമാനത്തിൽ കുറച്ച് പരിശോധനകൾ നടത്താനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയതാണ്, ഞാൻ വേറെ വിമാനത്തിൽ വന്ന് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭയപ്പെടുക അതല്ലെങ്കിൽ ഇതൊന്നും ട്രംപിൻ്റെ നിഘണ്ടുവിലുണ്ടെന്ന് തോന്നണമൊന്നുമില്ല. കാരണം
അത്ര എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ ഭയപ്പെട്ടിട്ടാണെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഉം. സീക്രട്ട് സർവീസ് ഏജൻറ്റ്സ് പറയുന്നതിനനുസരിച്ചിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അതായിരിക്കണം ഇത് നടന്നിട്ടുണ്ടാവുക. പിന്നെ ഇറാൻ എപ്പോഴും പ്രസിഡന്റ് ട്രംപിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുന്നവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അൽ ഖമീനിയുടെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ഡെത്ത് ടു ട്രംപ്. ട്രംപ് എങ്ങനെയാ ഖമീനിനെ കൊന്ന അതേപോലെ ഞങ്ങൾ തിരിച്ചടിക്കും, ട്രംപിനെ ഞങ്ങൾ കൊല്ലുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു വിലയില്ലാത്ത ഭീഷണി കേട്ട് കഴിഞ്ഞാൽ കൂടി സീക്രട്ട് സർവീസ് ഏജൻറ്റ്സ് അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കും. അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി, അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി എടുക്കും. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ സുരക്ഷിതത്വമാണല്ലോ. അപ്പോൾ അത് അവർക്ക് ഉറപ്പാക്കണം. അതുകൊണ്ട് ആയിരിക്കണം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തതെന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. തീർച്ചയായും. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഫോഴ്സസിന്റെ അവരുടെ തീരുമാനപ്രകാരമാണ് ട്രംപ് മറ്റൊരു വിമാനത്തിലേക്കും കൂടെ പോയിട്ടുള്ളത്. അതെ. അദ്ദേഹത്തിന് ഏത് വിമാനത്തിലാണ് യാത്ര ചെയ്യണത്, ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കാനായിട്ട് അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇപ്പം അദ്ദേഹം ഇവിടെ വാഷിങ്ടണിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള കാർ ദ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം കാറിലാണ് അദ്ദേഹം യാത്ര ചെയ്യുക. ആ കാർ ലോകത്ത് ഒരു കാറേ ഉണ്ടാവുള്ളൂ അതേപോലത്തെ. ഇറ്റ്സ് എ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാറുകളായിരിക്കും. അതിന് ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. ഇവൻ ഒരു ന്യൂക്ലിയർ ബോംബ് ആക്രമണം ഉണ്ടെങ്കിൽ കൂടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പബിലിറ്റി ആയിട്ടുള്ള കാറായിരിക്കും. ഈ വിമാനം അതേപോലെ തന്നെ ഇറ്റ്സ് നോൺ ആസ് എ ഫ്ലൈയിങ് പാലസ്, സഞ്ചരിക്കുന്ന കൊട്ടാരം, അല്ല പറക്കുന്ന കൊട്ടാരം എന്നോ പറക്കുന്ന ഓഫീസ് എന്നൊക്കെയാണ് ആ US എയർഫോഴ്സ് വണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. അതിനകത്ത് പ്രസിഡൻറ്റിന് കിടന്നുറങ്ങാനായിട്ടുള്ള ബെഡ്റൂമുണ്ട്, അദ്ദേഹത്തിന് ഗസ്റ്റുകളെ സ്വീകരിക്കാനായിട്ടുള്ള ലിവിങ് റൂമുണ്ട്, പിന്നെ ഈ പത്രക്കാർ അലവലാദികളെ കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ സംവിധാനവും അതിനകത്തുണ്ട്. ഇപ്പം നമ്മളുടെ ഈ പ്രധാനമന്ത്രീനെ നരേന്ദ്രമോദിയെ പത്രക്കാർ മുഴുവൻ ചീത്ത വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം വിദേശ പര്യടനത്തിൽ നിന്നും പോകുമ്പോൾ ഇവരെ ഒന്നും കയറ്റില്ല വിമാനത്തിനകത്ത്. ആവശ്യമുള്ളവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ ഇവർക്ക് ഫുക്കഡിൽ ഫ്രീ ആയിട്ട് വിദേശയാത്രയൊക്കെ പണ്ട് തരാവുമായിരുന്നു. മൻമോഹൻ സിംഗ് ഒക്കെ പോകുമ്പോൾ 10-30 ഇതുപോലുള്ള തെണ്ടികളെയും കൊണ്ടേ പോവുള്ളൂ പത്രക്കാർ. കയ്യിൽ കാശ് മുടക്കില്ല ഒരിക്കലും. ഇഷ്ടം പോലെ മദ്യം കിട്ടും. 24 മണിക്കൂർ മദ്യം കുടിച്ച് മതോന്മത്തരായിട്ട് നടക്കാം. അവർക്ക് ചെയ്യേണ്ട ജോലി നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക, അത് എഴുതുക. അന്ന് അവരെഴുതി അവരെ കൊണ്ടുപോയി സൂചിപ്പിച്ചപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പത്രക്കാരെ ഒന്നും അദ്ദേഹം അടുപ്പിക്കാറില്ല, ഒരെണ്ണത്തിനും വിമാനത്തിനകത്ത് കയറ്റാറില്ല. അതാണ് ഇവർക്ക് ഇത്ര ദേഷ്യം. അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം ഇതുപോലെയാണെങ്കിൽ, പണ്ടത്തെ പോലെ ആണെങ്കിൽ അവർക്കിപ്പോൾ ലോകം മുഴുവൻ കറങ്ങിയല്ലേ, ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം. അപ്പോൾ അവരെയൊന്നും കൊണ്ടാണ്ട് പോയി അദ്ദേഹം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.